അപ്പം ചങ്ങായിമാരെ നല്ല നനഞ്ഞ് കുളിച്ച് മഴയത്ത് ഇങ്ങനെ നിൽക്കട്ടോ. വണ്ടി കേൾക്കണ പരിപാടിയില്ലേ? വണ്ടി കാണിച്ചോളൂ. നമ്മളെ ഓട്ടോറിക്ഷ കേൾക്കുകയാണ്. ഓട്ടോറിക്ഷ അല്ലോ അറിയാൻ മാറുന്നു. ബെൻസ് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. എന്നാൽ റെഡ് അലർട്ടാണ്, സ്കൂളൊന്നുമില്ല. അപ്പോൾ വണ്ടി നല്ലൊന്ന് കുളിപ്പിച്ച് ഇനി നമുക്ക് തോട്ടിൽ ചാടാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. തോട്ടിൽ വേറെ ആരും ഇല്ലെങ്കിൽ ഞാനും പോയി ചാടും. അതാ മഴല്ലേ? സാധാരണ ഒന്ന് കമന്റ് അറിയിക്കാം, എല്ലാവർക്കും മഴ ഉണ്ടാവും. അതല്ലാണ്ട് ഓരോന്നല്ല, രണ്ടെണ്ണം പറഞ്ഞു. ഇവളൊന്നും ഞാനൊന്നും രണ്ടെണ്ണം പറഞ്ഞു. ഏതായാലും നിങ്ങളെ ഇനി ഒന്നും പറയണ്ട. അതാ പോണേ താറാവ് വെള്ളത്തിക്ക്. ബുദ്ധിമുട്ട് നമ്മളെ ഭാഗത്തൊന്നും ഇല്ല. ഞങ്ങളെ മുറ്റത്ത് ഈ ഒരു വെള്ളേ ഉള്ളൂ. തറന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വന്ന് ആ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മള് കുയ്യ നിറഞ്ഞേക്കണേ, അല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് കുയ്യ നിറഞ്ഞേക്കണേ. പല സ്ഥലങ്ങളിലും പല ബുദ്ധിമുട്ട്. കുയ്യില് മറ്റേ മരൊക്കെ മറ്റേ ഒടിഞ്ഞ വീണില്ലേ? കുയ്യ ഇങ്ങോട്ട് തിരിച്ചടി പൊട്ടിച്ച. അപ്പോഴല്ലേ കുയ്യ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അവസ്ഥ എന്നൊക്കെ അറിയിക്കും. അതായത് നല്ല ഇതുണ്ട്. സാധാരണ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളാ സാധാരണ റെഡ് അലർട്ട് പറഞ്ഞാൽ അന്ന് പിന്നെ വെയിലർച്ചല്ല. സാധാരണ കഴിഞ്ഞ കൊല്ലൊക്കെ അങ്ങനെയാണ്. റെഡ് അലർട്ട് പറഞ്ഞ സ്കൂൾ ഇല്ലാതാക്കിയാല് സ്കൂളുണ്ട് പറയും. അന്ന് വരും മഴക്കാരോ ലീവ് തന്ന ദിവസം തോണി ലൈസിന്റെ പാക്കറ്റ് തോണി ചോർന്നിട്ടില്ല. സുബീകത്തെ മഴ 5:30-6 മണിക്കത്തെ മഴ, സൗണ്ടുള്ള മഴ. എന്റെ മുടി നല്ലാതെ വയ്ക്കണം. അതാ ടൈം മുടിമ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പരിപാടി ഉണ്ട്. ഞങ്ങളോടക്ക് പോവുകയാണ്. റെഡ് അലർട്ട് ചാടുകയാണ് അങ്ങോട്ട്. അപ്പൊ നമ്മളിവിടെ ഒറ്റക്ക് ഇട്ടാ ഞാൻ ഒറ്റക്കൊരു വീഡിയോ ചെയ്താലോ? നല്ല രസമുണ്ടാവും. ഒക്കെ ഞാൻ തന്നെ പറയാം. ഒക്കെ ഞാൻ തന്നെ അതൊക്കെ കറക്കണീനെ അഴിമുഖത്ത് അതൊക്കെ അടിയണം. അതൊക്കെ അഴിമുഖത്തേക്ക് കപ്പലടിഞ്ഞു. നമ്മള് പോകത്തോട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നോളാം. ഞാൻ വരാം. അപ്പൊ അതൊക്കെ നമ്മളെ തോട്ടിക്ക് പോവട്ടാ. ഇവിടെ ഒരു ടീം തോട്ടിലുണ്ട്. യോ ചേട്ടിയാ ഞാനുണ്ട്. നല്ല വെള്ളമുണ്ടാ? ഇതാണ് കേട്ടോ ഞങ്ങളെ പെരൻ്റെ അടുത്ത തോട്. പെര കണ്ട അവിടെ, അതാണ് നമ്മൾ വരാ. ആ പച്ച ചേട്ടിയാ എൻ്റെ ബാക്കിലെടുക്ക്. അപ്പം അവിടെ ഒരു വലിയൊരു ഇത് ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ആയുള്ള സ്ഥലമുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ കുട്ടികളായിട്ട് തോട്ടിക്ക് പോകാൻ പാടില്ല, ചാടാൻ പാടില്ല, ഒക്കെ ശരിയാണ്. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ തോട് പറഞ്ഞാൽ ഇവരെ മദർസിൻ്റെ അവിടെയുള്ള ഒരു ചെറിയൊരു പാടമുണ്ടല്ലോ അല്ലേ ചൂട്ടിയാ? പാടത്തു നിന്നല്ലേ എൻ്റെ പാടത്തു നിന്നാണ് ഈ വെള്ളം വരുന്നത്. വേറൊരു പാടമുണ്ട് അപ്പുറത്ത്, അയക്കാണ് പോകേണ്ടത്. അപ്പോൾ വലിയൊരു സീനില്ല, ആഴൊന്നും ഇല്ലാത്തൊരു പരന്നൊലിക്കണ തോടാണ്. അവിടെ കുറച്ചൊരു അത് കെട്ടി നിർത്തിയതുകൊണ്ടല്ലേ, അവിടെ കല്ല് വെച്ചിക്കാണ്ട് കെട്ടി നിർത്തിയ കേട്ടോ. അല്ല അവിടെ ആഴമുള്ള സ്ഥലമൊന്നുമല്ല. അപ്പം അതുകൊണ്ടാണ് ഇറങ്ങേണ്ടത് കേട്ടോ. അല്ലാതെ വലിയ ആഴമുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഇറങ്ങൂല. അതാണ് സ്ഥലം. ആദ്യമായിട്ടാ ഇത് കഴിഞ്ഞ പോലെ ഒന്നും വന്നിട്ടില്ല. നമ്മളെ മറ്റേ ചാനലിലൊക്കെ എത്രയോ ഉണ്ട് നമ്മൾ ആ ചാടിയ വീഡിയോ ഒക്കെ. അപ്പോൾ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒഴിഞ്ഞ് എടുക്കണ പറമ്പണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം, ചാടാന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ആയല്ല കോയാണ്. ഇതൊക്കെ അടി കാണും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആയം. തല കാണുന്നുണ്ട്. വെളുപ്പ് മൂലല്ല, ഞാൻ ഒന്നുകൂടി കാണാൻ വെളുപ്പ് മുങ്ങോ ഒന്നുകൂടി. ഞാൻ നോക്കിട്ട് മഴ ഊക്കൂടുന്നു. നല്ല മഴ ഇത്. ആ ചട്ടൻ്റെ ഉള്ളൊക്കെ ഫോൺ വെച്ചാൽ ചാടിക്കോ.
അവിടുന്ന് ഓടി വന്നോ? ഇവിടുന്ന് വന്നേ. ആരാ ഞാൻ വിളിക്കും. ആ നീടെ എങ്ങനെയുണ്ട് ഞങ്ങളെ തോട്? എല്ലാരും കമന്റ് ചെയ്യും. ഞാൻ സംഭവം പറഞ്ഞ കേട്ടോ. ഷിയത് അവരുടെ സംഭവമാണ്. ഓൾ ഒറ്റയ്ക്ക് ഓളെ ചങ്ങാഴ്ചകളൊപ്പം വന്നാണ്ട് ചാടുണ്ടാവും. ഇപ്പൊ നമ്മളുണ്ടായപ്പോ സംഭവമാണ്. കേട്ടോ ഞങ്ങളെ പാടും ഈ തോട്ടിലേക്ക് വരുന്ന വെള്ളവും ഒക്കെ എവിടുന്നാന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ ആക്കി ചെയ്യണ്ട കേട്ടോ. കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. അപ്പം നമുക്ക് വീഡിയോ ആക്കി ചെയ്യാം. ഒരു ദിവസം പാടത്തേക്കൊക്കെ ഇങ്ങനെ പോയിട്ട്. അവിടെ പാറപ്പുറം മൂടാകെ തോന്നുന്നുണ്ട്. കോൺക്രീറ്റ് ആണ് അതിന്റെ അടിയിലും. ഞാൻ പോയിക്കണേ. നാളെ ഞങ്ങള് മുത്തും കുട്ടിമോളും ഞാനും കൂടി പോയില്ലേ, അന്ന് ഞങ്ങൾ അതിന്റെ ചോട്ടിലവിടെ ഇരുന്ന് മഴ ചെയ്തപ്പോ. ഞാനേ എന്റെ ഡ്രസ്സ് നോക്കണ്ട കേട്ടോ. ഞാൻ എന്റെ പെയിന്റിങ്ങിന്റെ ഡ്രസ്സ് ഇല്ല വണ്ടി തേക്കാൻ. അതായത് ഇവിടെ ഒരു മറക്കുന്നില്ല. അപ്പൊ നല്ല കുളിച്ചില്ല, നിങ്ങളെ കുളിച്ചല്ല ചാടി ഈ പെരി വയ്ക്കാണ്ട് കുളിച്ച. നല്ല വെള്ളം ഉണ്ടല്ലേ. എന്തായാലും കുറെ ആയിട്ട് ഞാൻ അങ്ങനെ ചാടിയിട്ടില്ലല്ലോ. കൊറേ ഉണ്ടാവില്ലേ? കുറെ ആയിട്ടുണ്ടാവും. ഞാനേ ഇറങ്ങാൻ നോക്കുമ്പോ ആരെങ്കിലും ഉണ്ടാവില്ല തോട്ടില്. ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാവില്ല. ഇവിടെ ചെക്കന്മാരാകുമ്പോ കുഴപ്പമില്ല. ഇവിടെ എപ്പോഴായാലും ഫുൾ ടൈം ആളുണ്ടാവലുണ്ട്. ഫുൾ ടൈം ഉണ്ടാവില്ല. എന്തേന്ന് അറിയില്ല. റെഡ് അലേർട്ട് പേടിച്ചിട്ട് ആരും ഇറങ്ങിയിട്ടില്ല. കൊണ്ട് നല്ല വരുന്നുണ്ട് ഓരോരുത്തർ. ഇപ്പൊ വന്നില്ലേ കുറെ ആൾക്കാർ. അപ്പൊ കുറെ വന്നു. കുറെ പെണ്ണുങ്ങളും കുട്ടികളും ചെക്കന്മാര് പന്തളിച്ചാനും ഒക്കെ വന്നു. ഒരു രസാട്ടോ വെള്ളത്തിലെ പന്തളി. എന്നാലും വീഡിയോ വൈൻഡപ്പ് ആക്കിയോ? നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ നമ്മളെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. കാരണം തോട്ടിൽ നിന്നും ഒരു വൈൻഡപ്പ്. പിന്നെ ഇത് ചാറ്റിലാ വരമ്പിൽ നിന്നും ഒരു വൈൻഡപ്പ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ചച്ചിക്കുട്ടിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് തോട്ടിൻ്റെ വരമ്പത്ത് നിന്ന് ഒരു വൈൻഡപ്പാണ്. എന്നാൽ തണുത്ത് തയ്ക്കണമെങ്കിൽ വരി പോയിട്ട് വൈൻഡപ്പ് ചെയ്യലൊന്നും നടക്കൂല. വേഗം ഫോൺ എടുത്താൽ പോയി കുളിച്ച്. അതാണ് ഉദ്ദേശം. ഇനി വില കൊണ്ടുപോയാക്കാനൊക്കെ ഉണ്ട്. മസിലുണ്ടടി കണ്ടാ അരച്ചിട്ട് മസിൽ കയറണമെന്ന് സംശയം. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. സജിക്കുട്ടിയൊക്കെ നല്ല തണുപ്പിക്കണേ. എന്തായാലും തണുപ്പോടുകൂടി ഒരു ബൈ ബൈ.